ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ കുറ്റപത്രം. സൗരോർജ്ജ വിതരണ കരാറുകൾക്കായി 2000 കോടി രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്തു. ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് അദാനി കൈക്കൂലി വാഗ്ദാനം ചെയ്തത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സിബി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സിബി, അദാനിക്കെതിരെ ന്യൂയോർക്കിലാണ് കേസെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? അജിംഷാദ്, ഗൗതം അദാനിക്കെതിരെയും മറ്റ് 6 പേർക്കെതിരെയാണ് ഇപ്പോൾ US ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും അദാനിയുടെ ഈ സൗരോർജ്ജ വിതരണ കമ്പനിക്ക് സൗരോർജ്ജ വിതരണം ലഭിക്കുന്നതിന് വേണ്ടി കോടികൾ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ സഹിതം അടങ്ങുന്ന 53 പേജുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ US കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. 20 വർഷത്തിനുള്ളിൽ 16,000 കോടി രൂപയുടെ ലാഭം പ്രതീക്ഷിക്കുന്ന സൗരോർജ്ജ വിതരണ കരാറുകൾ നേടാൻ ഗൗതം അദാനി 2029 കോടി രൂപ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ് US-ന്റെ കണ്ടെത്തൽ. 2023 മുതൽ തന്നെ ഗൗതം അദാനിക്കെതിരെ അമേരിക്ക ഇത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ തെളിവുകൾ സഹിതമാണ് ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അദാനി ഗ്രീൻ എനർജി ഇന്ത്യയിൽ സൗരോർജ്ജ കരാറുകൾ നേടാൻ ഉദ്യോഗസ്ഥർക്ക് കോഴ നൽകിയത് മറച്ചു വെച്ചുകൊണ്ട് US-ൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നും ഇത്തരത്തിലൊരു വഞ്ചനാ കുറ്റം കൂടി അദാനിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇതിൽ ഗൗതം അദാനി, അനന്തരവൻ സാഗർ അദാനി അടക്കമുള്ളവരും കൂടാതെ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിന്റെ CEO അടക്കം 7 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ന്യൂയോർക്കിലെ US അറ്റോർണി ഓഫീസാണ് ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ 25,000 കോടി രൂപയുടെ വായ്പകളും ബോണ്ടുകളും സമാഹരിച്ച സംഭവത്തിൽ US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും ഇത്തരത്തിൽ ഒരു സിവിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. ഏതായാലും അദാനി ഗ്രീൻ എനർജി US നിക്ഷേപകരിൽ നിന്നും 175 മില്യൺ സമാഹരിച്ചുവെന്നും ഈ ഒരു കുറ്റപത്രത്തിൽ പറയുകയും ചെയ്യുന്നു. വളരെ ഗൗരവകരമായ ഒരു US കുറ്റപത്രം തന്നെയാണ് ഇപ്പോൾ 53 പേജുള്ള കുറ്റപത്രം പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല ഛത്തീസ്ഗഡ്, ഒഡീഷ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ സൗരോർജ്ജ വിതരണം ലഭിക്കാൻ വേണ്ടി കോഴ നൽകുന്ന ഒരു കണ്ടെത്തൽ കൂടി ഇപ്പോൾ US കുറ്റപത്രത്തിൽ പറയുന്നു. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ നേരത്തെ കോൺഗ്രസ് ഭരിക്കുന്ന പ്രതിപക്ഷം ഭരിക്കുന്ന സമയത്തും തമിഴ്നാടിൽ MK സ്റ്റാലിൻ്റെ സമയത്തെല്ലാം നിലയും, അതുകൂടാതെ ഒഡീഷയിൽ നവീൻ പട്നായിക് ഭരിക്കുന്ന സമയത്തെല്ലാം നിലയും അവിടെയും ഈ ഒരു അത്തരത്തിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ സൗരോർജ്ജ വിതരണം ഇതിൽ ലഭിക്കുന്നതിന് വേണ്ടി കോഴകൾ വാഗ്ദാനം ചെയ്തു എന്നെല്ലാം നിലയും ഈ ഒരു കുറ്റപത്രത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രധാനമായും JPC അന്വേഷണം വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ കോൺഗ്രസ് ഉയർത്തിയിരുന്നു. തങ്ങളുടെ ഈ ഒരു ആവശ്യം സാധൂകരിക്കുന്ന കാര്യം തന്നെയാണ് US-ന്റെ കുറ്റപത്രത്തിലുള്ളതെന്ന് ഇപ്പോൾ ജയറാം രമേശ് ട്വിറ്ററിൽ കുറിക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെ അദാനിയുടെ ഓഹരികൾക്ക് ഇപ്പോൾ ഓഹരി വിപണിയിൽ എല്ലാ നിലയും ഒരു ഇടിവും ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ വലിയ ഗൗരവകരമായ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് US-ലെ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും, അതായത് ഈ അദാനിയുടെ അനന്തരവൻ അടക്കമുള്ളവർക്കെതിരെ 7 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കടക്കം കൈക്കൂലി നൽകിയതുണ്ട്. മാത്രമല്ല, നേരത്തെയുള്ള ഹിൻഡൻബർഗിൻ്റെ കണ്ടെത്തലുകളുടെ ഒരു തുടർച്ചയായി അദാനി നടത്തുന്ന ക്രമക്കേടുകളുടെ വികാസം കൂടിയാണ് ഇപ്പോൾ ന്യൂയോർക്ക് കണ്ടെത്തിയിരിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇത് പ്രതിഫലിക്കാം. വലിയ വിമർശനം ഇതിനകം തന്നെ കോൺഗ്രസ് ഉന്നയിച്ചു കഴിഞ്ഞു. സിബി ജോസഫ്. തീർച്ചയായും നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻപ് തന്നെ അദാനി മോദി കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടെല്ലാം നിലയും വളരെ വലിയ ആരോപണം ഉന്നയിക്കുകയും വലിയ പ്രതിഷേധമടക്കമെല്ലാം നിലയും പാർലമെൻറ്റ് അകത്തും പുറത്തും ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിലും ഈ ഒരു വിഷയം വളരെ വലിയ രീതിയിൽ കത്തിയതാണ്. ഇത് 2023 തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും ഹിൻഡൻബർഗിൻ്റെ അടക്കം വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ഈ അദാനി മോദി കൂട്ടുകെട്ടും അദാനി ഇത്തരത്തിൽ അദാനിയുടെ ഓഹരി വിപണികൾ ഊതി വീർപ്പിച്ച രീതിയിൽ എല്ലാ നിലയും ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് വന്നത് വളരെ വലിയ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോഴും ഒരു സംഭവത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുകയും ചെയ്യുന്നു. അതേസമയം തന്നെയാണ് അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെബി അന്വേഷണം ആരംഭിക്കുകയും സെബിയുടെ തന്നെ ഉദ്യോഗസ്ഥ അദാനിയുമായിട്ടെല്ലാം തന്നെ അദാനിയുടെ കമ്പനികൾ ഷെയർ ഇടുന്ന വാർത്തകൾ പിന്നീട് പുറത്തു വരുന്നു. അങ്ങനെ എല്ലാ നിലയും വളരെ വലിയ കലുഷിതമായ ഒരു രീതിയിൽ ആ കേസ് മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് ഈ
അദാനിയുടെ സൗരോർജ്ജ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം മുമ്പോട്ട് വന്നത്. 2023 തന്നെ ഈ ഒരു ആരോപണം വന്നിരുന്നെങ്കിലും പിന്നീട് അമേരിക്ക ഇതിലൊരു അന്വേഷണം നടത്തുകയായിരുന്നു. അമേരിക്കയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അമേരിക്കയിൽ നിക്ഷേപം നടത്തുന്ന ഒരു കമ്പനികൾ അല്ലെങ്കിൽ അവർ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ കോഴ നൽകിയാൽ അത് വളരെ ഗുരുതരമായ കുറ്റമാണ്. അത് പ്രകാരമാണ് അമേരിക്ക 2023 അന്വേഷണം തുടങ്ങിയത്. ഇതിൽ പ്രധാനമായും ചില ഫോൺ സംഭാഷണങ്ങളും അതോടൊപ്പം തന്നെ മെസ്സേജുകളും ലാപ്ടോപ്പ് അടക്കമല്ലാതെ, അതായത് ഈ ഗൗതം അദാനിയുടെ അനന്തരവന്റെ ലാപ്ടോപ്പ് അടക്കമെല്ലാം തന്നെയും അമേരിക്ക പിടിച്ചെടുത്തിരുന്നു. ഇതിനെല്ലാം തന്നെയും കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ US കുറ്റപത്രത്തിൽ പറയുന്നത്. 53 പേജുള്ള ഈ കുറ്റപത്രത്തിൽ വിശദമായ കാര്യങ്ങളിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കുറ്റപത്രമെന്നും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. സ്വാഭാവികമായി ഇന്നിപ്പോൾ നമുക്കറിയാം ഈ 25-ാം തീയതി മുതൽ പാർലമെന്റിന്റെ ഇതിനകത്ത് ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഒരു ചെറിയ അലമാര കൊണ്ടുവന്ന് അതിനകത്ത് വളരെ നാടകീയമായി തുറന്ന് മോദിയുടെയും അദാനിയുടെയും കൂട്ടുകെട്ടുകൾ, ഇന്ത്യയിൽ ഒരാൾ മാത്രമേ സേഫായുള്ളൂ, അത് അദാനിയാണ്, അതിന് കാരണം മോഡിയാണ്, ഇങ്ങനെയൊക്കെ വാർത്താ സമ്മേളനത്തിൽ വളരെ നാടകീയമായി സിംബോളിക്കായി കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഇതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ, കാരണം ഇന്ത്യ മുന്നണി പ്രതിപക്ഷ കക്ഷികളൊക്കെ ഉന്നയിക്കുന്ന ഒരാരോപണമാണ്. സിബി ജോസഫ്, ഇതിൽ അറിയേണ്ടത് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ന്യൂയോർക്കിൽ കേസെടുക്കാനാകുന്നത്? ഒന്ന്. രണ്ട്, ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയതുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അദാനിക്ക് ഇന്ത്യൻ ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ, ഇന്ത്യൻ ഭരണവൃത്തങ്ങളൊക്കെ ക്ലീൻ ചിറ്റ് നൽകുന്നു. എങ്ങനെയാണ് അമേരിക്കയിൽ ഇത് പിടിവീഴുന്നത്? സിബി ജോസഫ്, ഇതിൽ പ്രധാനമായും അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നത് ഈ അമേരിക്കയിൽ ഒരു നിക്ഷേപ തട്ടിപ്പ് നടത്തി, അതായത് 25,000 കോടി കോഴ നൽകിയത് മറച്ചു വെച്ചുകൊണ്ട് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോഴ നൽകിയത് മറച്ചു വെച്ചുകൊണ്ട് 25,000 കോടി രൂപയുടെ വായ്പകളും ബോണ്ടുകളും സമാഹരിച്ചു എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ഒരു US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും ഈ അദാനിയുടെ ഗ്രീൻ എനർജിക്കെതിരെ അഴിമതി കുറ്റമടക്കമെല്ലാം തന്നെ ചുമത്തിക്കൊണ്ട് ഒരു സിവിൽ കേസ് കൂടി ഫയൽ ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായും അമേരിക്കയിൽ ഒരു ഇത്തരത്തിൽ നിക്ഷേപമോ അല്ലെങ്കിൽ സൗരോർജ്ജ വിതരണ കരാറുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ വരുമ്പോൾ അമേരിക്ക ഒരു വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്താറുണ്ട്. അങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും അഴിമതിയോ അല്ലെങ്കിൽ കോഴ വാഗ്ദാനമോ നൽകി കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് അത് വളരെ ഗുരുതരമായ വിഷയമാണ്. അത്തരത്തിലുള്ള ഒരു കണ്ടെത്തലാണ് ഇത്തരത്തിൽ ഈ ഒരു ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് ഏകദേശം 2029 കോടി രൂപയോളം ഇത്തരത്തിൽ കൈക്കൂലി നൽകിയെന്നും അത് നൽകാൻ വേണ്ടി ശ്രമമുണ്ടായി എന്നെല്ലാം തന്നെയും ഈ ഒരു കുറ്റപത്രത്തിൽ പറയുന്നത്. അതിൽ ചില സംസ്ഥാനങ്ങൾ, ഛത്തീസ്ഗഡ്, അതോടൊപ്പം തന്നെ തമിഴ്നാട്, ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ പേരും ഈ ഒരു കുറ്റപത്രത്തിൽ എടുത്തു പറയുന്നുണ്ട്. ആ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ സൗരോർജ്ജ വിതരണ കരാർ ലഭിക്കുന്നതിന് വേണ്ടി കോഴ നൽകി എന്നെല്ലാം തന്നെയും എടുത്തു പറയുകയും ചെയ്യുന്നു. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 16,000 കോടി രൂപയുടെ ഒരു 20 വർഷം കൊണ്ട് ലാഭം പ്രതീക്ഷിക്കുന്ന വലിയ ഒരു സൗരോർജ്ജ വിതരണ കരാറിലേക്കാണ് അമേരിക്കയുമായി ഗൗതം അദാനി നീങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് ഇനിയിപ്പോൾ ഇന്ത്യയിൽ വളരെ വലിയ രീതിയിൽ പ്രതിഷേധം അല്ലെങ്കിൽ വലിയ അലയൊലി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ 25-ാം തീയതി മുതൽ ഒരു മാസത്തോളം വിന്റർ സെഷൻ, പാർലമെന്റിന്റെ വിന്റർ സെഷൻ വരാൻ പോവുകയാണ്. സ്വാഭാവികമായും പ്രതിപക്ഷം ഈ കാര്യം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വീണ്ടും ഈ അദാനി മോദി കൂട്ടുകെട്ട് വിഷയം വീണ്ടും പാർലമെന്റിൽ വളരെ വലിയ ചർച്ചയാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി, മറ്റ് CPM അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ പല പ്രസ്താവനയും ഈ മോദി അദാനി കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെയും നിരന്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ US കൃത്യമായി ഒരു കുറ്റപത്രം കൂടി സമർപ്പിച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത് കൈക്കൂലി നൽകിയതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മുൻ CEO ഈ ജയിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം, അതായത് 25,000 കോടി രൂപ സമാഹരിച്ചു, അത് പലതും മറച്ചു വെച്ചാണ് ഓഹരി സമാഹരിച്ചത്, ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൂടി നിലവിലുണ്ട്. അതൊരു പക്ഷേ നേരത്തെ ഹിൻഡൻബർഗ് പുറത്തുവിട്ട കാര്യങ്ങളുമായി യോജിക്കുന്ന ചില ഘടകങ്ങളും അതിലുണ്ട്. അപ്പോൾ പെട്ടെന്നുള്ള അദാനിയുടെ ഈ വളർച്ച ഇത് കൈക്കൂലിയും ഇങ്ങനെ ഓഹരികൾ പെരുപ്പിച്ച് കാണിച്ചുമുള്ളതാണ് എന്ന ആക്ഷേപങ്ങൾ, പ്രതിപക്ഷ ആക്ഷേപങ്ങൾ, ഇന്ത്യൻ പ്രതിപക്ഷ കക്ഷികളുടെ ആക്ഷേപങ്ങൾ ശരിവെക്കുകയാണ് ന്യൂയോർക്കിലെ ഈ കുറ്റപത്രം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ. സിബി ജോസഫ്,
തീർച്ചയായും അജിം ഷാ തന്നെയാണ്. കാരണം അദാനിയുടെ എല്ലാ ബിസിനസ് ഇടപാടുകളും സംബന്ധിച്ച് ഒരു ജോയിന്റ് പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു പാർലമെന്റിൽ. പക്ഷേ അതല്ല അതിൻ്റെയും ഭരണപക്ഷം നിരാകരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പെട്ടെന്നായിരുന്നു നമുക്കറിയാം ഈ അദാനി ഒരു ശതകോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് എത്തുന്നത് വളരെ പെട്ടെന്നായിരുന്നു. പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷമാണ് ഗൗതം അദാനി ഇത്രത്തോളം ഒരു സമ്പന്നനായി. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ വർഷവും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സമ്പത്ത് ആസ്തി വളരെ വലിയ രീതിയിൽ ഇത്തരത്തിൽ ഇരട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് തന്നെ വളരെ വലിയ സംശയത്തോടെ കാണുകയും മാത്രമല്ല കൽക്കരി കുംഭകോണം ജോസഫാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും അദാനിക്ക് ന്യൂയോർക്കിൽ പിടിവീണിരിക്കുന്നു.